വാണിജ്യ ചേംബറുകളെ അനുസ്മരിക്കാൻ ഫ്രാൻസ് പുറത്തിറക്കിയ സ്മാരക നാണയങ്ങൾ. വാണിജ്യ ചേംബറുകളെ ആദരിച്ച് ഫ്രാൻസ് സ്മാരക നാണയങ്ങൾ പുറത്തിറക്കിയതിന്റെ ചരിത്രത്തിലൂടെ ഒരു എത്തിനോട്ടം. ഫ്രാൻസിലെ സ്മാരക നാണയങ്ങളെക്കുറിച്ചുള്ള ആമുഖം. ഫ്രാൻസ് തങ്ങളുടെ വാണിജ്യ ചേംബറുകളെ അനുസ്മരിക്കാൻ പുറത്തിറക്കിയ സ്മാരക നാണയങ്ങളെക്കുറിച്ചുള്ള ഈ അവതരണത്തിലേക്ക് സ്വാഗതം. തുടങ്ങുന്നതിനു മുൻപ് എന്താണ് സ്മാരക നാണയങ്ങൾ എന്ന് നോക്കാം. പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ, സാംസ്കാരിക പൈതൃകം അല്ലെങ്കിൽ ശ്രദ്ധേയരായ വ്യക്തികൾ എന്നിവയെ അടയാളപ്പെടുത്തുന്നതിനായി നിർമ്മിക്കുന്ന പ്രത്യേക നാണയങ്ങളാണിവ. ഇവ പലപ്പോഴും പരിമിതമായ എണ്ണത്തിൽ പുറത്തിറക്കുകയും ലോകമെമ്പാടുമുള്ള ശേഖരണക്കാരെ ആകർഷിക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി ഫ്രാൻസ് തങ്ങളുടെ ദേശീയ പൈതൃകത്തിലെ നാഴികക്കല്ലുകൾ, നേട്ടങ്ങൾ, വാണിജ്യ ചേംബറുകൾ പോലുള്ള പ്രധാന സ്ഥാപനങ്ങൾ എന്നിവ ആഘോഷിക്കുന്നതിനായി നിരവധി സ്മാരക നാണയങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് വാണിജ്യ ചേംബറുകളെ ആദരിക്കുന്ന സ്മാരക നാണയങ്ങൾ. നമ്മുടെ അവതരണത്തിന്റെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഫ്രാൻസിലെ വാണിജ്യ ചേംബറുകളെ ആദരിക്കുന്നതിനായി പുറത്തിറക്കിയ സ്മാരക നാണയങ്ങൾ. ഫ്രാൻസിന്റെ സാമ്പത്തിക വികസനം, അന്താരാഷ്ട്ര വ്യാപാരം, ആഗോള വാണിജ്യം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയിൽ ചേംബറുകൾ വഹിക്കുന്ന നിർണായക പങ്കിനെ ഈ നാണയങ്ങൾ ആഘോഷിക്കുന്നു. ഫ്രാൻസിന്റെ സമ്പദ്വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിലും വാണിജ്യം, നവീകരണം, അന്താരാഷ്ട്ര സഹകരണം എന്നിവയിലേക്കുള്ള അവയുടെ തുടർച്ചയായ സംഭാവനകളിലും ഈ സ്ഥാപനങ്ങളുടെ ചരിത്രപരവും ആധുനികവുമായ പ്രാധാന്യത്തെ ഇത് അംഗീകരിക്കുന്നു. പ്രധാന നാണയങ്ങളും അവയുടെ പ്രതീകാത്മകതയും. ഫ്രാൻസ് തങ്ങളുടെ വാണിജ്യ ചേംബറുകളെ ആദരിക്കുന്നതിനായി പുറത്തിറക്കിയ ചില പ്രധാന സ്മാരക നാണയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 2015 സ്മാരക നാണയം. 2015 രാജ്യത്തിന്റെ ബിസിനസ് മേഖലയിലേക്കുള്ള വാണിജ്യ ചേംബറുകളുടെ സംഭാവനകളെ അനുസ്മരിക്കാൻ ഫ്രാൻസ് €10 ഒരു നാണയം പുറത്തിറക്കി. ഈ നാണയത്തിൽ ഫ്രഞ്ച് ബിസിനസ് സമൂഹത്തിന്റെ ഐക്കണിക് ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് ആധുനിക ഫ്രാൻസിലെ ചേംബറുകളുടെ ദീർഘകാല സ്വാധീനം പ്രതിഫലിപ്പിക്കുന്നു. 2000 സ്മാരക നാണയം. 2000 യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക ചട്ടക്കൂടിലേക്ക് ഫ്രാൻസിനെ സംയോജിപ്പിക്കുന്നതിൽ വാണിജ്യ ചേംബറുകൾ വഹിച്ച പങ്ക് എടുത്തുകാണിക്കാൻ ഫ്രാൻസ് €5 ഒരു നാണയം പുറത്തിറക്കി. ഈ നാണയത്തിൽ യൂറോപ്യൻ വ്യാപാര പാതകളുടെയും വ്യവസായങ്ങളുടെയും ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. 1989 സ്മാരക നാണയം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 200ാം വാർഷികത്തിനായി പുറത്തിറക്കിയ ഈ €10 നാണയം വിപ്ലവവും വാണിജ്യ ചേംബർ സമ്പ്രദായത്തിന്റെ രൂപീകരണവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. ഇത് വിപ്ലവത്തിന്റെ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് രാജ്യത്തിന്റെ പരിവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നു. രൂപകൽപ്പനകളും കലാപരമായ സവിശേഷതകളും. ഈ സ്മാരക നാണയങ്ങളുടെ രൂപകൽപ്പന പ്രതീകാത്മകതയാൽ സമ്പന്നമാണ്. ഓരോ നാണയവും ഫ്രാൻസിന്റെ വാണിജ്യ ചരിത്രത്തിന്റെ ഒരു കഥ പറയുന്നു. പ്രസിദ്ധമായ കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ. ഫ്രഞ്ച് വാണിജ്യ പൈതൃകത്തിലെ പ്രധാന സ്ഥലങ്ങളായ ബോർഷ് ഡി കൊമേഴ്സ്, പാരീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പാലേസ് ബ്രോണിയാർട്ട് പോലുള്ള പ്രധാന കെട്ടിടങ്ങളെ നാണയങ്ങളിൽ പലപ്പോഴും ചിത്രീകരിക്കുന്നു. വാണിജ്യ ചിഹ്നങ്ങൾ. പല രൂപകൽപ്പനകളിലും കപ്പലുകൾ, കാർഷിക ചിഹ്നങ്ങൾ എന്നിവ പോലുള്ള വ്യാപാര ഉപകരണങ്ങളുടെ ചിത്രീകരണങ്ങൾ ഉൾപ്പെടുന്നു. ഇത് വിവിധ വ്യവസായങ്ങളോടും വാണിജ്യത്തോടുമുള്ള ഫ്രാൻസിന്റെ ദീർഘകാല പ്രതിബദ്ധതയെ എടുത്തുകാണിക്കുന്നു. ചരിത്രപരമായ വ്യക്തികൾ. ചില നാണയങ്ങളിൽ ഫ്രാൻസിന്റെ വാണിജ്യ ചരിത്രത്തിലെ പ്രശസ്തരായ വ്യക്തികളെ ചിത്രീകരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിന് ഗണ്യമായ സംഭാവന നൽകിയ സംരംഭകരും രാഷ്ട്രീയ നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. ശേഖരണക്കാർക്ക് സ്മാരക നാണയങ്ങളുടെ പ്രാധാന്യം. ഇനി ഈ സ്മാരക നാണയങ്ങൾ ശേഖരണക്കാർക്ക് എന്തുകൊണ്ടാണ് പ്രധാനമെന്ന് നോക്കാം. ഈ നാണയങ്ങൾക്ക് നാണയശാസ്ത്രപരമായ പ്രാധാന്യം മാത്രമല്ല, ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യവും ഉണ്ട്. ശേഖരണക്കാർക്കും ചരിത്ര താൽപര്യക്കാർക്കും ഫ്രാൻസിന്റെ സാമ്പത്തിക, വ്യാവസായിക ഭൂതകാലത്തിലേക്കുള്ള ഒരു സ്പർശനീയമായ ബന്ധമായി ഇത് വർത്തിക്കുന്നു. അവയുടെ ശേഖരണ മൂല്യത്തിനപ്പുറം വാണിജ്യ ചേംബറുകൾ പോലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിലും ഭാവി സമൃദ്ധിയിലും വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്താനും ഇത് സഹായിക്കുന്നു.